Hi, I am Roger Zeus, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2023 കേരളത്തിലെ അഡ്മിഷൻസിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ആപ്ലിക്കേഷൻ സബ്മിഷൻ കീം 2023. ഈ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഇനി. അത് പരീക്ഷ എന്നുള്ളതല്ല, അതിന് പകരം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ നാം അപ്ലോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ നെയിം, സിഗ്നേച്ചർ, ഫോട്ടോ, ഈ 3 കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം മെയ് 2-ാം തീയതി 3 മണി വരെ എൻട്രൻസ് കമ്മീഷണർ നൽകിയിരിക്കുന്നു. ഇത് നാം കറക്റ്റ് ചെയ്യുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചാൽ, കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ നാം എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് പ്രൊഫൈലിലേക്ക് എൻ്റർ ആയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും മെമ്മോ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ ആ മെമ്മോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് കാര്യത്തിലാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്, അതിനുള്ള മെമ്മോയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് നിർബന്ധമായും കൊടുക്കണം. അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. നമുക്കറിയാം, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഈ കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിലൂടെ 2 പരീക്ഷകളാണ്. ഒന്ന് കേരളത്തിലെ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാനും മറ്റൊന്ന് ബിഫാം കോഴ്സിന് അഡ്മിഷൻ കിട്ടാനും. ഇതിനോടൊപ്പം ഈ കീമിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നമ്മൾ നന്നായി കറക്റ്റ്, മിസ്റ്റേക്കുകൾ ഇല്ലാതെ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ സെക്ടറിലേക്ക് നമ്മെ കൺസിഡർ ചെയ്യുകയുമില്ല. മെഡിക്കലിന് നമുക്കിവിടെ കീമിൽ പരീക്ഷയില്ല, അതിന് നാം എഴുതേണ്ടത് നീറ്റ് എക്സാമാണ്. ബട്ട് നാം കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് മിസ്റ്റേക്ക് ഇല്ലാതെയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ കേരളത്തിൽ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് പോലും നഷ്ടപ്പെടും. അപ്പോൾ എൻട്രൻസ് കമ്മീഷണർ ഇപ്പോൾ നമ്മുടെ ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഒഴിച്ച് ബാക്കിയുള്ള പ്രോസസ്സിങ് ചെയ്യുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം നേരത്തെ അപ്ലോഡ് ചെയ്തു കൊടുത്ത നമ്മുടെ കാറ്റഗറിയെക്കുറിച്ചോ കമ്മ്യൂണൽ റിസർവേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല. പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഏറ്റവും പ്രാധാന്യത്തോടെ ഒരു കാൻഡിഡേറ്റിൻ്റെ ഏറ്റവും വാലിഡായിട്ടുള്ള നെയിം, സിഗ്നേച്ചർ, ഫോട്ടോ, ഈ 3 കാര്യങ്ങൾ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഉറപ്പുവരുത്തുവാനായി ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ്സിൻ്റെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ആ സർട്ടിഫിക്കറ്റിൽ നമുക്കുണ്ടായിരുന്ന നെയിമും നാം എൻട്രി ചെയ്ത് കൊടുത്തിരിക്കുന്ന നെയിമും തമ്മിൽ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ എൻട്രൻസ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഒരു പ്രാവശ്യം കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നമുക്ക് മെമ്മോ ഒന്നും വന്നിട്ടില്ല എന്ന് മെയ് 2-ാം തീയതിക്ക് മുമ്പായി ഉറപ്പുവരുത്തുകയും നമുക്ക് ഏതെങ്കിലും മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ ആ മെമ്മോയെ അനുസരിച്ചുകൊണ്ട് നമുക്ക് വന്നിരിക്കുന്ന മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനും എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നമുക്കറിയാം, കീമിൻ്റെ പരീക്ഷ മെയ് 17-നാണ്. എഞ്ചിനീയറിംഗിൻ്റെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 3 സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, 3 സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള 2 പരീക്ഷ, പേപ്പർ 1ഉം പേപ്പർ 2ഉം. പേപ്പർ 1 എന്ന് പറയുന്നത് മാത്സ് തന്നെയും പേപ്പർ 2 ഫിസിക്സ് കെമിസ്ട്രിയുടെയും പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിച്ചു തീർക്കാനും മോഡൽ എക്സാമിനേഷൻ എഴുതി, നമുക്കറിയാം പരീക്ഷ അടുത്ത് നിൽക്കുന്ന സമയത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പാടില്ല. പഠിച്ചതിനെ ഒന്ന് ഉറപ്പിക്കുക. അതിലൊക്കെ ഉപരിയായി വിവിധ മോഡൽ എക്സാമിനേഷനുകൾ എഴുതി നമ്മുടെ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി ടൈം അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മാർക്ക് എപ്പോഴും 960-ൽ ഒരു 700 എബോവ് നിൽക്കുന്നുണ്ട് എന്നുമൊക്കെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസിനെ പ്രാക്ടീസ് ചെയ്യുക, മോഡൽ എക്സാമിനേഷൻ എഴുതി നമ്മുടെ മാർക്ക് ഏറ്റവും ഹൈ ലെവലിലേക്ക് ഉയർത്താനും ശ്രമിക്കുക. ഇങ്ങനെ നന്നായി പഠിച്ചൊരുങ്ങുന്ന വിദ്യാർത്ഥികളാകുക. ഇതിനോടൊപ്പം എൻട്രൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വരുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിനോടൊപ്പം 2023-ലെ കീമിൻ്റെ എക്സാമിനേഷനോ ബിഫാം എക്സാമിനേഷനോ മെഡിക്കൽ എക്സാമിനേഷനോ ഒക്കെ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തോ ഇതിന് ശേഷം വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ടൈമിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. നിങ്ങളിൽ ഉണ്ടാകുന്ന ഏത് സംശയങ്ങൾക്കും ആൽഫയിലേക്ക് വിളിക്കാം. ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസയോടെ നിർത്തുന്നു. ബെസ്റ്റ് വിഷസ്.